കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെയാണ് ഈ കാനനപാതയുടെ പ്രത്യേകത. പക്ഷേ എത്ര കഠിനമാണെങ്കിലും കഠിനമെന്ന് അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് കാനനപാതയിലൂടെയുള്ള യാത്ര തീർത്ഥാടകർ എന്നും പുണ്യമായാണ് കരുതുന്നത്. എങ്ങനെയാണ് കാനനപാത വഴിയുള്ള യാത്ര എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ അഖിൽ നിന്നത് എരുമേലിയിലാണ്. അവിടെ എരുമേലിയിൽ നിന്നാണ് കാനനപാതയിലൂടെ യാത്ര തുടങ്ങുന്നത്. അവിടുന്ന് 8.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഴുതക്കാട് എന്ന സ്ഥലത്തെത്തും. കാൽനടയായി എത്തുന്ന തീർത്ഥാടകരുടെ താവളമാണ് ഈ അഴുതക്കാട് എന്ന് പറയുന്ന സ്ഥലം. കാളകെട്ടിയിൽ നിന്ന് അഴുതക്കടവ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് വീണ്ടും 2.5 കിലോമീറ്റർ നടന്നാൽ അഴുതയിലെത്താം എന്നതാണ് പറയുന്നത്. അഴുതക്കടവിൽ നിന്ന് കുത്തനെയുള്ള കയറ്റം കണ്ടോ, കുത്തനെയുള്ള കയറ്റം കയറി എത്തുന്ന സ്ഥലമാണ് കല്ലിടാംകുന്ന്. കല്ലിടാംകുന്നിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ അഴുതക്കടവിൽ നിന്ന് കല്ലിടാംകുന്നിലേക്കുള്ളത്. അവിടെ നിന്ന് മുന്നോട്ട് വീണ്ടും 2.5 കിലോമീറ്റർ പോയാൽ മുന്നോട്ട് നടന്നാലെത്തുന്ന സ്ഥലമാണ് മുക്കുഴി. തീർത്ഥാടകരുടെ ഒരു താവളമാണ് ഈ മുക്കുഴി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയറ്റവും ഇറക്കവും ഒരുപോലെയുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മുക്കുഴിയിൽ നിന്നും വീണ്ടും 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ അവിടെ വള്ളിത്തോട് എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയാലെത്തുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലാണ്. കോട്ടയിൽ ശാസ്താവിനെ പ്രാർത്ഥിച്ച് കാണിക്കയിട്ടാണ് തീർത്ഥാടകർ മുന്നോട്ട് നീങ്ങുന്നത്. വള്ളിത്തോട് നിന്ന് മുന്നോട്ട് ഏതാണ്ട് 2 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കാനനപാതയിലെ പ്രധാനപ്പെട്ട താവളമായ വെള്ളാരം ചിറ്റ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇവിടെ വിശ്രമിക്കുന്നതിനായി തീർത്ഥാടകർക്ക് വനം വകുപ്പ് തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയും കഠിനം തന്നെയാണ്. വെള്ളാരം ചിറ്റയിൽ നിന്ന് പുതുശ്ശേരി വരെയുള്ള യാത്ര ഏതാണ്ട് 2.5 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. 8 തട്ടുകളായാണ് ഇവിടെ കയറ്റം എന്ന് പറയുന്നത്. കരിമലദേവന് നാളികേരം ഉടച്ച് പ്രാർത്ഥിച്ചാണ് തീർത്ഥാടകർ നീങ്ങുക. പുതുശ്ശേരിയിൽ നിന്ന് കരിമല എത്താൻ വേണ്ട ദൂരം ഏതാണ്ട് 4 കിലോമീറ്ററാണ്. ഇത്രയധികം ദൂരം കരിമലയിലേക്കുണ്ട്. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വലിയാനവട്ടത്ത് എത്തും. കരിമലയിലേക്ക് എത്തുന്നത് കുത്തനെയുള്ള കയറ്റത്തിലൂടെയാണെങ്കിൽ വലിയാനവട്ടത്തേക്ക് എത്തുന്നത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയാണ്. ഇവിടെ കുത്തനെ കയറ്റവും പിന്നീട് കുത്തനെ ഇറക്കവും എന്നതാണ്. പമ്പ പോലെ വിശാലമായ ഒരു താവളം തന്നെയാണ് ഈ വലിയനാവട്ടം എന്ന് പറയുന്നതും. ഭക്തർക്ക് വിശ്രമിക്കുന്നതിനായി ഇവിടെയും വനം വകുപ്പ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് അവിടെ നിന്നും വീണ്ടും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെറിയാനവട്ടത്തെത്തും. അവിടെ തീർത്ഥാടകർക്ക് സൗകര്യങ്ങളുണ്ട്, അവിടെയും സൗകര്യങ്ങളുണ്ട്. പിന്നീട് കുറച്ചു ദൂരം കൂടി പോയാൽ പമ്പയിലേക്ക് എത്തും. ഇതാണ് നമ്മൾ കാനനപാതയിലൂടെ യാത്ര എന്ന് പറയുന്നത്. തീർച്ചയായും ഭക്തർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നത് തന്നെയാണ് കാനനപാത. ഭക്തിയോടെ പുണ്യമായി തന്നെ കണ്ടുകൊണ്ടാണ് പലരും നീങ്ങുന്നത്. ഒരു സാഹസിക യാത്രയൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുമാകാം. ഏതായാലും നമ്മളിപ്പോൾ എരുമേലിയിൽ നിന്നുള്ള യാത്രയാണ് കണ്ടതെങ്കിൽ ഇടുക്കിയിലെ സത്രം പുല്ലുമേട് കാനനപാത വഴിയും തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്തെത്താനാകും. പ്രത്യേക പൂജകൾക്ക് ശേഷം ഇന്ന് രാവിലെ 7:30 മുതലാണ് ഇതുവഴി പ്രവേശനം അനുവദിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 7 മണി മുതൽ 1 മണി വരെ സത്രത്തിൽ നിന്ന് തീർത്ഥാടകരെ അനുവദിക്കും. വന്യമൃഗശല്യമുള്ളതിനാൽ വനം വകുപ്പ് പ്രത്യേക ശ്രദ്ധ ഇവിടെയും പുലർത്തുന്നുണ്ട്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷമാണ് സത്രത്തിലുമുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് സത്രത്തിലാണ്. ഇവിടെ വെർച്വലായിട്ടും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും തീർത്ഥാടകർക്ക് കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നത്. തൊട്ടപ്പുറത്താണ് ബുക്കിംഗ് പോയിന്റ് ഉള്ളത്. അവിടെ എത്തി ബുക്കിംഗ് നടത്തി വെരിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം തീർത്ഥാടകരെ ഒരു വരിയായി ഇവിടേക്ക് കടത്തിവിടുകയാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു പ്ലാസ്റ്റിക് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എത്തി ഈ ബാഗുകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇവിടെ നിന്നും 6 കിലോമീറ്ററാണ് പുല്ലുമേട്ടിലുള്ളത്. പുല്ലുമേട്ടിൽ നിന്നും 6 കിലോമീറ്റർ സന്നിധാനത്തേക്കുമുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും കാനനപാതയായതിനാൽ വനവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അത് എല്ലാ ദിവസവും നമുക്ക് റോഡ് ഓപ്പണിംഗ് പാർട്ടി പോയിട്ട് അതുവരെയുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 0 പോയിന്റ് പുല്ലുമേട് അവിടെ വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടുന്ന് പോകുന്ന യവന്മാരെ ആംസോട് കൂടിയാണ് ആദ്യത്തെ ബാച്ചിനെ വിടുന്നത്. പിന്നെ ഇതുകൂടാതെ ഇടയ്ക്ക് നമ്മൾ എല്ലാ പോയിന്റുകളിലും എക്കോ ഗാർഡ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് വിടുന്നത്. നമുക്ക് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ? അതുണ്ട്. മറ്റു കാര്യങ്ങൾ സ്ട്രെച്ചർ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് മേളിൽ നിന്നൊരു 1.5 കിലോമീറ്റർ മേളിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്ട്രെച്ച് കയറ്റമാണ്. അത് കയറ്റി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മെഡിക്കൽ എയ്ഡ് സൗകര്യമുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളം എല്ലാ ഒരു 5-6ഓളം പോയിന്റുകളിൽ കുടിവെള്ളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യമായിട്ട് തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്.
ഇവിടെ രാവിലെ ഇന്നിപ്പോൾ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. നാളെ മുതൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും തീർത്ഥാടകരെ കടത്തിവിടുന്നത്. മനസ്സും ശരീരവും അയ്യപ്പന് വേണ്ടി സമർപ്പിച്ച ശേഷമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ അവിടേക്ക് കടത്തിവിടുന്നത്. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ മൂടിയൊരു കാലാവസ്ഥ കൂടിയാണ്. കാര്യമായി ചൂടൊന്നുമില്ല. അതുകൊണ്ട് സുഗമമായി തന്നെ സന്നിധാനത്തേക്ക് എത്താനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. എന്താണെങ്കിലും തീർത്ഥാടകർ ആദ്യത്തെ ദിവസം ഹാപ്പിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അത് വരും മണിക്കൂറുകളിൽ ആ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. സത്രത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ.